ഞങ്ങൾ ഒരു പിന്നെ ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഒരു കുതിര കച്ചവടത്തിനും ഞങ്ങൾ മുതിരുന്നില്ല. ഞങ്ങൾ ജനവിധിയെ മാനിക്കുന്നുണ്ട്. നമുക്ക് നോക്കി കാണാം. ചില മാധ്യമങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷത്തിനെതിരായി വന്നിട്ടുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചർച്ച ഒരു സ്ഥലത്തും നടത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലോ അല്ലെങ്കിൽ CPMൻ്റെ ഏതെങ്കിലും ഘടകത്തിലോ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടേയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം ചില മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള തന്ത്രമാണ് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ള വാർത്ത. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു വാർത്ത. ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം എനിക്കറിയാം എല്ലാ ക്യാബിനറ്റിലും ബുധനാഴ്ച കൂടുന്ന ക്യാബിനറ്റിൽ വരുന്ന അജണ്ടകൾ ഏകകണ്ഠമായിട്ടാണ് തീരുമാനിക്കുന്നത്. നല്ല ചർച്ച നടത്തുന്നതിന് വേണ്ടി മന്ത്രിമാർക്ക് അവസരം കൊടുക്കുകയും നല്ല ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ഏകാധിപത്യപരമായിട്ടുള്ള ഒരു തീരുമാനം കൊടുത്തിട്ടുള്ളത് മാത്രമല്ല, എല്ലാ മന്ത്രിമാർക്കും അവരവരുടെ വകുപ്പ് സ്വതന്ത്രമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള അവസരമാണ് അദ്ദേഹം കൊടുക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ഈ 4.5 വർഷക്കാലത്തിനിടയിൽ ഒരു പ്രാവശ്യം എങ്കിലും ഈ വകുപ്പിൽ അങ്ങനെ ചെയ്യണമെന്നോ ഇങ്ങനെ ചെയ്യണമെന്നോ ഉള്ളൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം സ്വതന്ത്രമായി തന്നെ ചില മന്ത്രിമാർ തന്നെ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വകുപ്പിൽ കയറി ഇടപെട്ടാൽ അദ്ദേഹം ഇടപെടും. അത് നിങ്ങളുടെ ചുമതലയല്ല, അത് മറ്റേ മന്ത്രിയുടെ ചുമതലയാണ്. അപ്പം അത്രമാത്രം എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കെ ഒരു ചെറിയൊരു പരാജയം ഉണ്ടായി. അതൊക്കെ സ്വാഭാവികമായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഉള്ളതാണല്ലോ. ഞങ്ങൾ തന്നെ പറഞ്ഞല്ലോ, തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള പരാജയം ജനവിധി ഞങ്ങൾ മാനിക്കുകയാണ്. ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകൾ ഞങ്ങൾ പരിശോധിക്കും. ജനവിധി മാനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ജനങ്ങളുടെയുള്ള സ്വാധീനം കുറഞ്ഞിട്ടില്ല. എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ടല്ലോ വോട്ടിൻ്റെ എണ്ണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുന്നിൽ നിൽക്കുന്നത്. LDFും UDFും BJPയുടെ വോട്ട് എടുത്താൽ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മുമ്പും തിരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോയിട്ടുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ചെറിയ ഒരു പുറകോട്ടടി ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഈ നിലയിൽ വിമർശനം ഉണ്ടായെന്നെല്ലാം പറയുന്നത് വെറും കള്ളത്തരമാണ്. അത് പച്ച നുണയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ചകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിലയിലൊരു വാർത്ത പ്രസിദ്ധീകരിച്ചെന്നാണ് ഞാൻ നോക്കുന്നത്. CPIയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഔദ്യോഗികമായി ഉണ്ടായതായി അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷേ ഈ CPI അടുത്ത കാലത്ത് നടത്തിയ പ്രതികരണങ്ങൾ, അതുപോലെ തന്നെ PSP ഉണ്ടാക്കിയ പ്രതിസന്ധി, ഇതൊക്കെ തെരഞ്ഞെടുപ്പിനിടയിലും ചർച്ചയായിപ്പോയില്ലേ? അപ്പോൾ ഒരു മുന്നണിയുടെ ഒരു അകത്ത് നിൽക്കുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദകളുടെ ലംഘനം ഉണ്ടായോ? അങ്ങനെ ഏതെങ്കിലും സാമാന്യ മര്യാദയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബന്ധപ്പെട്ട ആൾക്കാർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ. മാധ്യമങ്ങൾ അതെല്ലാം വലിയ നിലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പോലുള്ള പ്രശ്നമൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉള്ളിലില്ല. ഞങ്ങൾ ഒരു ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഒരു കുതിര കച്ചവടത്തിനും ഞങ്ങൾ മുതിരുന്നില്ല. ഞങ്ങൾ ജനവിധിയെ മാനിക്കുന്നുണ്ട്. നമുക്ക് നോക്കി കാണാം. ആ സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരമാവധി ഞങ്ങൾ പരിശ്രമിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ്.